നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹിന്ദി തലക്കെട്ട് വിവാദത്തിൽ ശിവൻകുട്ടിക്ക് NCERTയുടെ മറുപടി. ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ട് നൽകിയതുമായി ബന്ധപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി NCERT. സംഗീതവുമായി ബന്ധപ്പെട്ട പേരുകളാണ് തലക്കെട്ടായി ഹിന്ദിയിൽ നൽകിയതെന്നാണ് NCERTയുടെ വിശദീകരണം. ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ടുകൾ നൽകാനുള്ള തീരുമാനം ഗുരുതരമായ യുക്തിരാഹിത്യമാണെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മൃദംഗ്, സന്തൂർ അടക്കമുള്ള ഹിന്ദി തലക്കെട്ടുകൾ സംഗീത പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യം ഒന്നാണെന്നും NCERT പറയുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ തലക്കെട്ടുകളിൽ മാറ്റം വരുത്തിയതെന്നാണ് വിശദീകരണം. ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങൾക്ക് മാത്രമല്ല, മാത്തമാറ്റിക്സ് പാഠപുസ്തകങ്ങളിലും ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും NCERT വ്യക്തമാക്കി. BJPക്കൊപ്പം ചർച്ചയ്ക്ക് തയ്യാറല്ല. കൊലവിളി പ്രസംഗത്തിൽ കേസെടുക്കണം. ഹെഡ് ഗവാറിന്റെ പേരിനെ ചൊല്ലി പാലക്കാട് BJP കോൺഗ്രസ് പോര് രൂക്ഷമാകുന്നതിനിടെ വിഷയത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. BJPക്കൊപ്പം ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. BJPക്കൊപ്പം അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാനില്ലെന്ന് പറഞ്ഞ രാഹുൽ ഇങ്ങനെയാണോ പോലീസ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്നും ചോദിച്ചു. സർവകക്ഷി യോഗത്തിന് തയ്യാറാണ്. കൂടുതൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നിയമം നടപ്പാക്കുകയാണ് പോലീസ് വേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് മേൽഘടകം തീരുമാനിച്ചാൽ പിന്നെ രാഹുലിന്റെ കാൽ തറയിൽ ഉണ്ടാകില്ലെന്നും തല ആകാശത്ത് കാണേണ്ടി വരുമെന്നുമായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടന്റെ കൊലവിളി പ്രസംഗം. പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ് ഗവാറിന്റെ പേര് നൽകാനുള്ള നീക്കം വിവാദമാക്കിയ നടപടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിനിടെയാണ് വീണ്ടും ഭീഷണി മുഴക്കിയത്. 12-കാരിക്ക് നേരെ തെരുവുനായ ആക്രമണം, ഗുരുതര പരിക്ക്. വയനാട്ടിൽ തെരുവുനായ ആക്രമണത്തിൽ 12 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. പാറക്കൽ നൌഷാദിന്റെ മകൾ സിയ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത്. കണിയാമ്പറ്റ പള്ളിത്താഴയിലാണ് സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ മദ്രസയിലേക്ക് പോയ വിദ്യാർത്ഥിനിയാണ് തെരുവുനായ ആക്രമിച്ചത്. കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലഹരി മാഫിയക്കെതിരെ പരാതി നൽകി. താമരശ്ശേരിയിലെ ലഹരി വിരുദ്ധ സമിതി അംഗത്തിന് നേരെ ആക്രമണം. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ലഹരി വിരുദ്ധ സമിതി അംഗമായ കട്ടിപ്പാറ സ്വദേശി മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. ലഹരി മാഫിയക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം. പള്ളിയിൽ പോയി മടങ്ങുന്നതിനിടെ 3 പേർ അടങ്ങുന്ന സംഘമാണ് മുഹമ്മദിനെ ആക്രമിച്ചത്. മുഹമ്മദ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമി സംഘത്തിലെ K ലിജേഷ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കേസിൽ മറ്റു 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. കേരളത്തിൽ 4 ദിവസം ഇടിമിന്നലോടെ മഴയും കാറ്റും. കടലാക്രമണത്തിന് സാധ്യത. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 19, 20 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 20 വരെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം.